അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് സൺഡേ ആണ്. വെജിറ്റേറിയൻ ആയിരുന്നു, സൺഡേ ആണ്. അപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ അതിന് ശേഷം പിന്നെ ഇവരിവിടെ ചാമ്പയ്ക്ക ഉപ്പ് തിരുമ്പി കുട്ടി ലച്ചിട്ടും ഇവിടെ ചാമ്പയ്ക്ക തിരുമ്പി തിന്നുണ്ട് ഗൈസ്. ഒരു കുപ്പായം പറ്റില്ല, അപ്പോൾ അവിടെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ഉണ്ട് എതുക്കുട്ടൻ. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ നീച്ചു. അതിന് ശേഷം പിന്നെ ഇവിടെ അമ്മയ്ക്ക് വിറക് ട്രാക്ടറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറ്റാൻ വേണ്ടി രാവിലെ ഓട്ടടയും ചായ ഉണ്ടാക്കി അമ്മ പോയിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ചോറ് കറികൾ ഒക്കെ ഉണ്ടാക്കി അടിച്ചേരി തുടച്ച് പാത്രം കഴുകി അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനവർക്ക് പച്ചമാങ്ങയും കൊണ്ടൊരു ജ്യൂസ് അടിച്ചിട്ട് ആ ഒരു ജ്യൂസ് കുട്ടിയും പിന്നെ അതേപോലെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് ഞാൻ പോയി. പിന്നെ ഞാനും കുറച്ച് വിറകൊക്കെ കയറ്റാൻ കൂടി വന്നിട്ട് അങ്ങനെ കുഴങ്ങി പിന്നെ ഒന്ന് കിടന്നുറങ്ങി. അതിന് ശേഷം നീച്ചിട്ട് ഇപ്പോൾ ഇൻട്രോ പറയാം. അപ്പോൾ വിറക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട്. പെരും വെയിൽ പറഞ്ഞാൽ വെയിലിനെ പറ്റിയപ്പോൾ നിങ്ങളോട് ഞാൻ പറയണ്ടല്ലോ അല്ലേ. എന്താണ് എല്ലായിടത്തെയും അവസ്ഥകളൊന്നും പറയാൻ കേട്ടോ. കാരണം രക്ഷയില്ല, പേരും ചൂടാണ്. അപ്പം പൊരി വെയിൽ, ഒരു തണലും കൂടല്ല, മൊത്തം റബ്ബർ മുറിച്ചതല്ല, അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഇവർ വിറക് കയറ്റുന്നത്. അപ്പോൾ അമ്മയും സിന്ധമ്മയും സൗമ്യ അനീഷേട്ടനും കൂടെ രാവിലെ പോയത്. അപ്പോൾ ഒരു വണ്ടിയിൽ ഫസ്റ്റ് ട്രിപ്പ് കയറ്റി സിന്ധമ്മേൻ്റെ ഒക്കെ വിറക് കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ അമ്മയും സിന്ധമ്മയും സൗമ്യ അനീഷേട്ടനും കൂടെ രാവിലെ പോയി. ഫസ്റ്റ് ട്രിപ്പ് സിന്ധമ്മേൻ്റെ ഇത് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ട്രാക്ടർ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത് കേട്ടോ വെള്ളമൊക്കെ കൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പിന്നെ കൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും കുറച്ച് കയറ്റിയിരുന്നു, പിന്നെ കുറച്ച് ഞാൻ കയറ്റാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കുഴങ്ങി. കാരണം വെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെയിൽ കൊള്ളാൻ കഴിയില്ല കേട്ടോ, അത്ര അധികം വെയിൽ. എന്തായാലും വിറക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായി, ഞാൻ കാണിക്കട്ടെ ഗൈസ്. അച്ഛൻ വെയിലുണ്ട്, ഒട്ടുപാലും മുടി ഞാൻ കാണിക്കാം. കുറച്ചുള്ള വെറുതെ എന്തിനാ വലിയായിട്ട് രാവിലെ പോയി കഷ്ടപ്പെട്ട് വെട്ടണല്ലേ. കുറച്ചധികം ഉണ്ടെങ്കിൽ തിരക്കിടില്ല. ഇതാണ് ഗൈസ് വിറക് കേട്ടോ. പാവ അമ്മന്നെയാണ് ഇത് മുക്കാലുണ്ടാക്കി. ഞാൻ കുറച്ച് കൂടിയിട്ടുള്ളേ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു നമുക്ക് വാങ്ങമ്മ അങ്ങോട്ട് പോരി, കാരണം കൊള്ളൂല വെയിൽ, അത്ര അധികം വെയിൽ. കണ്ട അടിപൊളിയല്ലേ. കുറച്ച് കാലത്തിനുണ്ട്. ഇത് നമുക്ക് ഞാൻ അടുക്കാൻ സ്ഥലമല്ല, ഇതിൻ്റെ പെരേൻ്റെ പുറകുവശത്ത് അടുക്കേണ്ടി വരും പറയുന്നുണ്ട് അമ്മ. ഇനിയിപ്പോൾ ഇത് വിറകുവരേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചധികം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ പായക്കൊണ്ട വിട്ട് ഞാൻ വാങ്ങിപ്പിച്ചതാണ് കാരപ്പുറത്തെ. രാവിലെ പോയോന് ഒരു 8:30 ആയപ്പോൾ പോയി. പക്ഷെ പിന്നെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലല്ലോ, കാരണം ഇവിടുത്തെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം പിന്നെ വിറക് കയറ്റാൻ വേണ്ടി രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ 5:30 ആയി ഇവിടെ. അപ്പോൾ ഇപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ക്ലിയർ ഉണ്ട്. അപ്പോൾ ശരി കേട്ടോ ഗൈസ്. അപ്പോൾ മക്കളെ ഞാൻ പാർട്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണേ. എളുപ്പമാണ് ഈ ഒരു അടുപ്പിൽ തീ കത്തിക്കാനും കത്താനൊക്കെ കേട്ടോ. എളുപ്പം കത്തിക്കിട്ടും. കത്തിക്കിട്ടിയാലും അടിപൊളിയായിട്ട് കത്തുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് എന്താണ് കുക്ക് ചെയ്യേണ്ടത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്സ് എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ ഒരു തുള്ളി എണ്ണ പോലും നമ്മളിതിൽ ചേർക്കണില്ല. പക്ഷേ ടേസ്റ്റിന് യാതൊരു കുറവില്ല കേട്ടോ ഗൈസ്, അടിപൊളിയാണേ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. എന്തായാലും ഇഷ്ടമാവും, ഫസ്റ്റ് തന്നെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ പാർട്സൊക്കെ വാങ്ങുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവില്ലേ കുറച്ചധികം നെയ്യ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ല സാധനം ഞാൻ ഇതിൽ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ആ ഒരു നെയ്യ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണ്ണേൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പാർട്സൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അതേപോലെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ചട്ടിയിൽ കഴുകി വാരിട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞി സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിതല്ല, 2 കുഞ്ഞിതേന്നു സവോള, പക്ഷേ 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, അതിന് മുന്നേ ആണെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എളുപ്പമാണ് ഗൈസ്. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കണില്ല, തക്കാളി ഒന്നും ചേർക്കണില്ല. പക്ഷേ അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ.
മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്കതിൽ എരിവിനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഒരിത്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ പീക്കിരികളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട് ഗൈസ്. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലാണ്. എച്ച് ഊഞ്ഞാൽ വേണം പറഞ്ഞ് കുറുമ്പ് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു പേരമരത്തിൽ ഊഞ്ഞാലൊക്കെ കെട്ടി കൊടുത്തിരുന്നു. അപ്പോൾ അതുമൊന്നും ഇന്നലെ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പുറം വേദനിക്കുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും അച്ഛൻ്റെ പിന്നാലെ സാരിയും കൊണ്ട് ഊഞ്ഞാൽ കെട്ടി കൊടുക്കാൻ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ആ ഊഞ്ഞാൽ റെഡിയാക്കുന്നതാണ് നിങ്ങളിതിൽ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ. യദുക്കുട്ടനും ഇല്ലച്ചുട്ടിയും പവിക്കുട്ടനല്ല ദേവുട്ടി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പാർട്സൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഇളക്കണമൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പാർട്സൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മല്ലിച്ചപ്പ്. അപ്പോൾ ഞാൻ കുഞ്ഞിതാക്കി മുറിച്ചിട്ടുണ്ടല്ലോ, അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചിട്ട് വേവിക്കണം. വേവിക്കാനില്ല ഗൈസ്, ജസ്റ്റ് ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് 1 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഫൈനലി കുരുമുളക് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വാങ്ങി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പാർട്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് കുരുമുളക് പൊടി ഉണ്ട് ഗൈസ്. നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ചൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ നാട്ടിലെ വിശേഷവും വീട്ടിലെ വിശേഷവും ഒക്കെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. ചൂടുണ്ടോ, മഴ പെയ്തോ, ഏതാണെന്നൊക്കെ എല്ലാവരും ഒന്ന് എഴുതി അറിയിക്കണേ. പിന്നെ നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നില്ല തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. കാരണം എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ എന്താണ് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല, ഞങ്ങൾക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഒരു ഇടവേള വന്നതിന് ശേഷമാണ് തോന്നുന്നത് നോട്ടിഫിക്കേഷനൊന്നും ആർക്കും വല്ലാതെ എത്താത്തത്. അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകരുത് കേട്ടോ ഗൈസ്. വീണ്ടും ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.